IPLന്റെ ഉദ്ഘാടന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ RCBക്ക് 6 വിക്കറ്റിന് അനായാസ വിജയം. 202 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ RCB 26 ബോളുകളും 6 വിക്കറ്റും കയ്യിലിരിക്കെ മത്സരം വിജയിച്ചു. കഴിഞ്ഞ സീസണിലെ തനിയാവർത്തനം പോലെ തന്നെയായിരുന്നു RCBയുടെ പ്രകടനം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ SRHനെ ഒന്നുമല്ലാതാക്കുന്ന വിജയമാണ് RCB നേടിയെടുത്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 9 വിക്കറ്റിന് 201 റൺസാണ് എടുത്തത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്ന ഹൈദരാബാദിന് പ്രതീക്ഷിച്ച തുടക്കം ലഭിച്ചിരുന്നില്ല. വെടിക്കെട്ട് ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ട്രേവിസ് ഹെഡും നിരാശപ്പെടുത്തിയതോടെ ഹൈദരാബാദിന്റെ ടോപ്പ് ഓർഡർ പെട്ടെന്ന് തന്നെ തകർന്നു. അരങ്ങേറ്റക്കാരനായ ജേക്കബ് ഡഫിയുടെ മിന്നും പ്രകടനമാണ് ഹൈദരാബാദിനെ വരിഞ്ഞു മുറുക്കിയത്. 8 ബോളിൽ 7 റൺസ് എടുത്ത് അഭിഷേകിനെ പുറത്താക്കി ഡഫി വിക്കറ്റ് വേട്ട തുടങ്ങി. പിന്നാലെ 9 ബോളിൽ 11 റൺസ് എടുത്ത ഹെഡിനെയും പുറത്താക്കി. 4ാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങിയ നിതീഷ് കുമാർ റെഡ്ഡി നിരാശപ്പെടുത്തിയതോടെ ഡഫിയുടെ വിക്കറ്റ് നേട്ടം 3 മാറി. 29-3 എന്ന നിലയിൽ പരുങ്ങിയിരുന്ന SRHനെ ക്യാപ്റ്റൻ ഇഷാൻ കിഷാനും ഹെൻറിച്ച് ക്ലാസനും ചേർന്ന് ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. ഇവരുടെ 97 റൺസ് പാർട്ണർഷിപ്പാണ് മത്സരത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ക്ലാസനെ ഷെഫേർഡ് പുറത്താക്കിയതോടെ ഹൈദരാബാദ് വീണ്ടും പരിങ്ങലിലായി. ഫിൽ സാൾട്ടിന്റെ ഉഗ്രൻ ക്യാച്ചിലാണ് ഹെൻറിച്ച് ക്ലാസൻ പുറത്തായത്. തുടർന്ന് വന്ന സലീൽ അറോറയ്ക്കും മികവ് കാട്ടാനാകാതെ പുറത്താവേണ്ടി വന്നു. 6 ബോളിൽ 9 റൺസ് മാത്രം എടുത്ത സലീലിനെ സുയാഷ് ശർമ്മയാണ് പുറത്താക്കിയിരുന്നത്. മറുവശത്ത് വെടിക്കെട്ട് ബാറ്റിംഗ് തുടർന്ന ഇഷാൻ കിഷാൻ 80 റൺസിൽ നിൽക്കവേ യുവതാരം അഭിനന്ദൻ സിംഗിന്റെ ബോളിൽ പുറത്താവേണ്ടി വന്നു. വെടിയും മികച്ചിരുന്നത് ഫിൽ സാൾട്ടിന്റെ അത്യുഗ്രൻ ഫീൽഡിംഗ് തന്നെയായിരുന്നു. പിന്നാലെ വന്ന അനികേതിന്റെ വെടിക്കെട്ടാണ് SRHന്റെ 200 അടുത്തേക്ക് എത്തിച്ചത്. പിന്നാലെ അനികേതൻ മടങ്ങിയപ്പോൾ SRHന്റെ ബൗളേഴ്സ് ചേർന്നാണ് 200 കടത്തിയത്. RCBക്ക് വേണ്ടി ജേക്കബ് ഡഫി, ഷെഫേർഡ് എന്നിവർ 3 വിക്കറ്റ് നേടിയപ്പോൾ അഭിനന്ദൻ സിംഗും സുയാഷ് ശർമ്മയ്ക്കും ഭുവനേശ്വർ കുമാറിനും ഓരോ വിക്കറ്റ് വീതം ലഭിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ RCBയുടെ തുടക്കം മികച്ചതായിരുന്നില്ല. 7 ബോളിൽ 8 റൺസ് എടുത്ത ഫിൽ സാൾട്ടിന് ഉനത്കട്ടിന്റെ ബോളിൽ പെട്ടെന്ന് മടങ്ങേണ്ടി വന്നു. എന്നാൽ പിന്നീടെത്തിയ ദേവദത്ത് പടിക്കലും കോഹ്ലിയും ചേർന്ന് വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. 26 ബോളിൽ 61 റൺസ് എടുത്ത പടിക്കൽ പുറത്താകുമ്പോൾ RCB ഏകദേശം വിജയം ഉറപ്പിച്ചു. ശേഷം ഇറങ്ങിയ രജിത് പടിറ്റാരൻ 12 ബോളിൽ നിന്ന് 31 റൺസ് എടുത്ത് പുറത്തായി. ജിതേഷ് ശർമ്മ ഗോൾഡൻ ഡക്കായി മടങ്ങിയതോടെ പ്രതിസന്ധിയിലായ RCBയെ കോഹ്ലിയും ടിം ഡേവിഡും ചേർന്നാണ് വിജയത്തിലെത്തിച്ചത്. കോഹ്ലി 38 ബോളിൽ 69 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നു. ടിം ഡേവിഡ് 10 ബോളിൽ 16 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. SRH ബൗളേഴ്സിന്റെ ദയനീയ പ്രകടനമാണ് മത്സരം ഈ രീതിയിലേക്ക് എത്തിച്ചത്. മാത്രമല്ല ഫീൽഡിങ്ങിനും അവർ അമ്പേ പരാജയപ്പെട്ടിരുന്നു. RCBയുടെ ടോപ്പ് ഓർഡറിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് ഈ മത്സരത്തെ എളുപ്പമാക്കി തീർത്തത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ RCB ഫാൻസിന് ഏറ്റവും മികച്ച സമ്മാനമാണ് ടീം നൽകിയത്. ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായി ജേക്കബ് ഡഫിയാണ് തിരഞ്ഞെടുത്തത്. RCBയുടെ അടുത്ത മത്സരം ഏപ്രിൽ 5-ന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും SRHന്റെ അടുത്ത മത്സരം ഏപ്രിൽ 2-ന് കൊൽക്കത്തയ്ക്കെതിരെയുമാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഓപ്പണിംഗ് മാച്ചിന്റെ ഗീവ് അവേ വിന്നർ ആരാണെന്ന് നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ടിൽ ആൾക്കാണ് സമ്മാനം ലഭിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളൊന്ന് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ തുടർന്നും ഇതുപോലത്തെ വീഡിയോ കാണാനും മാത്രമല്ല ഗീവ് അവേയിൽ പങ്കെടുക്കാനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, ബൈ.